ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ചിക്കനൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുകയാണ്. മാഗ്നേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഓയിൽ, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് ഈ ഒരു മസാല മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ചിക്കനും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമുക്കൊരു അരമണിക്കൂറൊന്നും വെക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് നമ്മൾ വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേറൊരു മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചിക്കന് ഈ ഒരു ബൗളിൽ നിന്നും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ആ ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദ ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് കലക്കിയെടുത്തു. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. മൈദ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് ചേർത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു മിക്സ് ആയിട്ടെടുത്തു. ശേഷം ഇതിലേക്ക് ചിക്കനും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മൈദേൻ്റെയും കോൺഫ്ലവറിൻ്റെയും ആ ഒരു മിക്സ് ആയി കിട്ടണം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഞാനിത് ഇനി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. ഇതിലും ചേർത്തതിന് ശേഷം ചിക്കൻ ചേർത്തിട്ടുണ്ട്. ചിക്കൻ്റെ ഒരു സൈഡ് കുക്കായതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ളൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരുപാട് മുരിഞ്ഞ് കിട്ടണം, നല്ല കളർ മാറണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം വേറൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാനിലേക്ക് ഞാൻ ഈ ഒരു ചിക്കനിൽ ബാക്കി വന്നിട്ടുള്ള ആ എണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വേറെ എണ്ണ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ശേഷം ഇതിലേക്ക് 3 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഇത്രയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ എണ്ണയിൽ കിടന്നൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ അരിഞ്ഞെടുക്കുകയാണ് ഈ ഒരു ഡിഷിലേക്ക് നല്ലത്. സവാള എണ്ണയിലിട്ടിട്ട് ഒരുപാട് സമയം വഴറ്റിയെടുക്കണം അങ്ങനെയൊന്നുമില്ല. സവാള ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഞാനൊരു 3 തക്കാളി, 4 തക്കാളി എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചൂടാറിയതിന് ശേഷം ഞാനൊരു ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു സവാളയിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന ടൊമാറ്റോ പേസ്റ്റോ അല്ലെങ്കിൽ കെച്ചപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നില്ല. തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക.
ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ടെടുക്കുക. കാരണം ഈ ഒരു തക്കാളി അരച്ചതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കുന്നത്. നമ്മൾ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കുറച്ചൊന്ന് വറ്റിയ ആ ഒരു രീതിയിലാവും. അപ്പം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഈ ഒരു മിക്സി കഴുകിയതിന് ആ ഒരു വെള്ളം അതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ കലക്കി വെച്ചിരുന്നു. പിന്നെ കുറച്ച് കളറും ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കളറ് ചേർക്കാൻ ഇഷ്ടമില്ല എന്നുള്ളവർ ചേർക്കണ്ട. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വീഡിയോയിലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റൊക്കെ നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഈ ഒരു ഗ്രേവി ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഈ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ആളുകളൊക്കെ ഈ ഒരു റെസിപ്പിയെ പറ്റി എന്നോട് ചോദിച്ചിരുന്നു. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. മല്ലിയിലയും പിന്നെ ഈ എള്ളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്നുകൂടി മിക്സ് ചെയ്തു. ഇങ്ങനെ എള്ളൊക്കെ ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് സെർവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. ഞാൻ ഓർമ്മയില്ലാതെ അതിന് മുമ്പേ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിനം കാണുന്നത് വരേക്കും ബൈ.